ഈ രാത്രി വണ്ടിയൊക്കെ എടുത്തിട്ട് എവിടെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. വേറെ എവിടേക്കല്ല, ഗുരുവായൂർക്കാണ് പോണത്. സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് കുട്ടികൾ പറയുന്നത് നാളെ രാവിലെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഒരു മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7-7:30 കൂടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് രാത്രി വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ എനിക്ക് കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ രാത്രി കുറച്ച് ഇരുട്ടായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇത് അവരിങ്ങനെ പോരണ വഴിക്ക് അവരെ സ്കൂളിൽ അന്ന് നടന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. കുറേ ഞാൻ വണ്ടി ഓടിക്കണതിനെ പറ്റിയിട്ട് പറയും. പിന്നെ പറഞ്ഞ് അപ്പോൾ അവർക്ക് എന്തായി പുറത്തിറങ്ങുക, കാറിൽ പോരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വിശപ്പിൻ്റെ അസുഖം തുടങ്ങും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ലെഫ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നോക്കുമ്പോൾ വെജ് റെസ്റ്റോറൻറ്റ് കാണണ്ട. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറണത്. അപ്പോൾ പിന്നെ കയറി ഓർഡർ ചെയ്യാനൊന്നുമില്ല. ഞാൻ സാധാരണ ഞാൻ പറയണ കാര്യങ്ങൾ തന്നെയാണ്. മസാല ദോശ, ഞാനും നന്ദു മസാല ദോശയാണ് പറഞ്ഞത്. പക്ഷെ അച്ഛൻ മാത്രം ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ അവന് മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് പറയാറ്. പക്ഷേ ഈ പ്രാവശ്യം അവൻ നൂൽ പൊറോട്ടയും പനീർ മസാലയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവൻ്റെ നൂൽ പൊറോട്ടയ്ക്കും പനീർ മസാലയ്ക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് തോന്നിപ്പോയി അയ്യോ അതന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. എന്നിട്ട് നന്ദു ഈ ഒരു പനീർ മസാലയുടെ ടേസ്റ്റ് കണ്ടിട്ട് അവൾ വീണ്ടും ഒരു നൂൽ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനൊക്കെ മനസ്സോടെ എടുത്ത് കഴിച്ചു. നമ്മൾ ഓർഡർ ചെയ്തതിനേക്കാളും തൊട്ടപ്പുറത്ത് ഇരിക്കണവൻ്റെ ഓർഡർ ചെയ്തതിലാവില്ലോ കണ്ണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഗുരുവായൂർക്ക് യാത്ര ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.